ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞായറാഴ്ചയാണ്. ഞാനൊരു 5:30 ആകുമ്പോൾ എണീറ്റു. ജോലിക്കൊന്നും പോകണ്ട. ഞാൻ എന്താ എണീറ്റതെന്ന് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയാം. വേഗം ഞാൻ ചായക്കുള്ള പാലൊക്കെ അടുപ്പത്ത് വെച്ചു. പിന്നെ തെർമൽ കുക്കറിൽ തലേദിവസം തന്നെ ചോറൊക്കെ തിളപ്പിച്ചിട്ട് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് ഞാൻ വേഗം തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു. അപ്പോൾ എന്താന്ന് നേരത്തെ എണീറ്റേന്ന് അറിയണ്ടേ? മണിക്കുട്ടനെ ടൂർ കഴിഞ്ഞിട്ട് സ്കൂളിൽ 5:45 എത്തുമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 5:30 ആകുമ്പോൾ എണീറ്റിട്ട് വിദേശായിട്ടും പോയി. അപ്പോൾ ഞാൻ പിന്നെ വരുമ്പോഴേക്കും അതിന് വല്ല ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കിടന്നില്ല. ഞായറാഴ്ചയാണ്, പക്ഷെ ഇന്ന് എനിക്ക് ജോലിക്ക് പോകണ്ട. പക്ഷെ ഒരു പിറന്നാളുണ്ട്, അപ്പോൾ അതിന് പോകണം. അപ്പോൾ പിന്നെ പണികളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വേഗം പോവാമല്ലോ. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ അവരുടെ ടൂറിനൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. അതിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു 5:45 സ്കൂളിലെത്തുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അലറാനൊക്കെ വെച്ചിട്ട് 5:30 ആകുമ്പോൾ എണീറ്റിട്ട് വേഗം വിജയശേട്ടനാണ് പോയത്. വേഗം പല്ലൊക്കെ തേച്ചിട്ട് ആൾ വേഗം പോയി. പിന്നെ ഞാൻ കിടക്കാനൊന്നും നിന്നില്ല. എന്താണെന്ന് വെച്ചാൽ പിന്നെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ എണീക്കാനായിട്ട് മടി തോന്നും. പിന്നെ എനിക്കൊരു പിറന്നാളുണ്ട്, അപ്പോൾ അതിന് പോകണം. അപ്പോൾ പണികളൊക്കെ വേഗം കഴിച്ച് കഴിഞ്ഞാൽ പോകാമല്ലോ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ വേഗം ചായയും വെച്ചു. പിന്നെ മണിക്കൂട്ടന് വാവിച്ചിക്കുള്ള പാലൊക്കെ ഞാൻ മാറ്റി വെച്ചു. അപ്പോഴേക്കും അവർ വന്നപ്പോൾ ഞാൻ വേഗം വാതിലൊക്കെ തുറന്നു കൊടുത്തു. ഞാൻ ക്യാമറ കൊണ്ടുപോയപ്പോൾ മണിക്കുട്ടനെ അറിയില്ലായിരുന്നു. അവൻ വെറുതെ എന്നെ പേടിപ്പിക്കാനായിട്ട് മാറി നിന്നതാണ്. പക്ഷെ ക്യാമറ കണ്ടപ്പോൾ ആൾക്ക് നാണായി. എന്നിട്ട് വേഗം ബാഗും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഞാൻ വേഗം അതിലെ തുണികൾ കഴുകാനുള്ളതൊക്കെ ഞാൻ വേഗം മാറ്റിയെടുത്തു. എന്താണെന്ന് വെച്ചാൽ അതൊക്കെ മെഷീനിലിട്ടിട്ട് കഴുകി കഴിഞ്ഞാൽ അത് വെയിലത്തിടാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ബാഗൊക്കെ തുറന്ന് നോക്കിയപ്പോഴേ ആൾ 2-3 തരം മിഠായിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു തരം റോള് പോലെ ഒരു മിഠായിയും പിന്നെ വാവച്ചിക്കാണ് ഇതൊക്കെ കൊണ്ടുവന്നത്. പിന്നെ മാഷ്മെല്ലോ ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു തരം ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത്ര വലിയ നല്ല ഗംഭീര മിഠായി ഒന്നല്ല, അത്ര വലിയ വിലയൊന്നും ഇല്ല. അപ്പം പിന്നെ അത്ര വലിയതൊന്നും ഉണ്ടാവില്ല. എന്നാലും ആളത് കൊണ്ടുവന്നുല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി. എന്താണെന്ന് വെച്ചാൽ വാവച്ചിക്കാണ് ഇതിനോടൊക്കെ ഇഷ്ടം. മണിക്കൂട്ടിന് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പം അങ്ങനെ കുറേ മിഠായിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. പിന്നെ കുറേ കഴുകാനുള്ള തുണികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെള്ളം കുടിക്കാനായിട്ട് ആരും വെള്ളം വീട്ടിൽ നിന്ന് കൊണ്ടുവരണ്ട, വെറുതെ പ്ലെയിൻ ബോട്ടിൽ കൊണ്ടുവന്നാൽ മതി എന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ബോട്ടിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ വണ്ടിയിൽ വെള്ളമൊക്കെ ഉണ്ടാവും, അപ്പം അതിന് എടുത്തിട്ട് കുടിക്കാമല്ലോ. പിന്നെ ആൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കണ്ണാട, 2-3 തരം കണ്ണാടയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ ഞാൻ പൊട്ടാണ്ട് അതൊക്കെ എടുത്ത് വേഗം പുറത്തേക്ക് വെച്ചു. അപ്പോഴേക്കും ഞാൻ വന്ന് നോക്കിയപ്പോഴേ ചോറൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വാർത്ത് വെച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു, മണിക്കൂട്ട വേഗം പോയി പല്ല് തേച്ചിട്ട് വായോ, അമ്മ പാല് തരാമെന്ന്. അപ്പോൾ ആൾ വേഗം പോയി പല്ലൊക്കെ തേച്ച് വന്നപ്പോൾ ഞാൻ പാലൊക്കെ ഇരുന്നിട്ട് ചൂടാറിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്നും കൂടി ചൂടാക്കിയിട്ട് അതൊക്കെ അരിച്ച് പാട കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാട കെട്ടിയത് ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ അരിച്ചു കൊടുത്തതിന് ശേഷം ഇനി ദോശ ഉണ്ടാക്കണം, ചട്നി ഉണ്ടാക്കണം, അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ദോശമാവ് തലേദിവസം തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തുറന്ന് നോക്കിയപ്പോൾ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചട്നി ദോശയൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊടുക്കട്ടെ. എന്നിട്ട് പിറന്നാളിന് പോട്ടെ. നല്ല നല്ല വീഡിയോകളായിട്ട് വരാം കേട്ടോ.